അങ്ങനെ ഇവരെല്ലാവരും കഴിഞ്ഞ 3-4 വർഷത്തെ രജിസ്റ്റർ ഒക്കെ എടുത്തിട്ട് തപ്പാൻ തുടങ്ങി. ഒരു 3 വർഷം മുന്നത്തെ, അതായത് ഇപ്പൊ ഉള്ള തേർഡ് ഇയേഴ്സ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു കുട്ടീന്റെയാണ് ഡീറ്റെയിൽസും പേരും ഒക്കെ രജിസ്റ്ററിൽ കിടക്കുന്നത്. ആ കുട്ടീന്റെ പേര്, ഡീറ്റെയിൽസ് ആൻഡ് അന്നത്തെ രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ സെയിം ഹാൻഡ് റൈറ്റിംഗിലാണ് ഈ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇവർ ഈ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ ഇതൊരു മലയാളി സ്റ്റുഡന്റ് ആണ്. കറക്റ്റ് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള ഒരു കുട്ടിയാണ്. മെറിറ്റ് കോട്ടയിലുള്ളതായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. ആൻഡ് ഇപ്പൊ കോളേജിലുള്ള വാർഡനല്ല, അന്നത്തെ വാർഡനെ. അതുകൊണ്ട് ഇവരെന്നെ ചോദിച്ചു ഈ കുട്ടീന്റെ റൂംമേറ്റ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ കുട്ടീന്റെ അന്നത്തെ റൂംമേറ്റ് ഈ കുട്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തേ. ഇവനെ പറഞ്ഞ പക്ക ഇൻട്രോവേർട്ട് ആയിട്ടുള്ള തീരെ മിണ്ടാത്ത കുട്ടിയായിരുന്നു. ആൻഡ് നല്ലോണം പഠിക്കുന്ന, ലേറ്റ് നൈറ്റ് എല്ലാം കുത്തിയിരുന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇവനെന്നുണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് ബാത്റൂമിൽ കുളിക്കാൻ പോകുക, ബാത്റൂം പോവുക ചെയ്യും. എന്നിട്ട് ഇവരെല്ലാരും അവനെ പറഞ്ഞ് കളിയാക്കിയിരുന്നേ. ബാത്റൂം അവന്റെ വീടാന്ന വിചാരം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ കളിയാക്കിയിരുന്നേ. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീച്ച തൊട്ട് ഇവനെ കാണാനില്ല. റൂംമേറ്റ് വിചാരിച്ച് ക്ലാസ്സിന് പോയതാക്കാരം, നേരത്തെ പോയതാക്കാരെന്ന് വിചാരിച്ച് ഇവൻ ക്ലാസ്സിന് പോയി. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇവനെ കാണാതായപ്പോ എല്ലാരും കൂടി ബിൽഡിംഗ് മൊത്തം തപ്പാൻ തുടങ്ങി. അങ്ങനെ വാഷ്റൂമിന്റെ ഏരിയയിൽ നോക്കിയപ്പോഴാണ് വാഷ്റൂമിന്റെ കോറിഡോറിന്റെ ഏറ്റവും അറ്റത്തിലുള്ള ലാസ്റ്റിലെ ബാത്റൂം ഉണ്ടാവുമല്ലോ, അതിൽ ഇവന് വീണ് തലയിടിച്ച് ആകെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന കാണുന്നത്. കണ്ടപാടേനെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി മരിച്ചു പോയിക്കണെന്നുള്ളത്. ആൻഡ് ഇതൊന്നും അല്ല ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള പാർട്ട്. ഇവൻ മരിച്ച ടൈം എന്ന് പറയുന്നത് തലേന്ന് രാത്രി 2 മണി 2:10 ആ ഒരു ടൈമിലാണ്. മോർണിംഗിൽ എല്ലാവരും ബാത്റൂം, ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആരും ഈ ഒരു പാർട്ടിക്കുലർ ബാത്റൂമിന്റെ ഉള്ളിൽ പോയിട്ടില്ല. ഇവൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടില്ല. ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ഈവനിങ്, അതായത് ഒരു 6 മണി 7 മണി ടൈമിലാണ് ഈ കുട്ടീന്റെ ബോഡി ഇവർ കാണുന്നത്. ഇവ മരിക്കുന്നത് ആ ഒരു അക്കാദമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്, അതായത് ജൂൺ ജൂലൈ നല്ല മഴക്കാലുള്ള ടൈമിലാണ്. അങ്ങനെ എല്ലാവർക്കും ഇവന്റെ മരണം ഭയങ്കര മിസ്റ്റീരിയസ് ആയി തോന്നിയിട്ടുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇവൻ നിലത്ത് തെന്നി വീണ് തലയിടിച്ചിനാണ്ട്, ടൈലുമ തലയിടിച്ചിനാണ്ട് മരിച്ചതാന്ന് തന്നെ പറഞ്ഞേ. അങ്ങനെ അന്ന് തൊട്ടാണ് ശരിക്കും ബാത്റൂം ക്ലോസ് അറ്റ് 2 AM എന്നുള്ള റൂള് ഹോസ്റ്റലിൽ വന്നത്. ഇത്ര ഇവൻ പറഞ്ഞപ്പോ മരിച്ച കുട്ടീന്റെ പ്രേതം വരിക, ബാത്റൂമിൽ വരിക എന്നുള്ളതൊന്നും എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണെന്നുണ്ടെങ്കിലും ഇവർക്ക് വിശ്വസിക്കേണ്ടി വന്നു. കാരണം ലോക്ക് ചെയ്ത ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പൈപ്പ് തിരിച്ച് വെള്ളം വരുന്ന സൗണ്ട് ഒക്കെ ഫസ്റ്റ് ഇയേഴ്സ് മൊത്തം കേട്ടതാണ്. അങ്ങനെ ഇത്രയും ഇൻസിഡൻസ് നടന്നുകൊണ്ട് തന്നെ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ ബാത്റൂമിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും എല്ലാവരും ഈ ഒരു ഫാക്ടർ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ദർ ഈസ് സംതിങ് എന്നുള്ള ഒരു സംഭവം എല്ലാവർക്കും മനസ്സിലായി. അന്ന് തൊട്ട് ബാത്റൂം ക്ലോസ് അറ്റ് 2 AM എന്നുള്ള റൂൾ എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇത്രയാണ് സ്റ്റോറി. ഈ സ്റ്റോറി എന്നോട് ഷെയർ ചെയ്ത ആള് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ടൈമിൽ ഒരു ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ആണ് ഇത്. ഇതിലിപ്പോഴും അവർക്ക് അന്ന് ശരിക്കും എന്താ നടന്നത്, ആ കുട്ടി മരിച്ച കുട്ടിക്ക് എന്താ സംഭവിച്ചത്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ, ശരിക്കും ഇങ്ങനെ മരിച്ചതാണോ, ഇങ്ങനെ മണിക്കൂറോളം ആ കുട്ടി വീണിട്ട് ആരും കാണാന്നത്, ആരും ഇങ്ങനെ ആ കുട്ടീനെ അന്വേഷിക്കാണ്ട് നിന്നത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും അന്ന് തൊട്ട് ബാത്റൂം ക്ലോസ് അറ്റ് 2 AM എന്നുള്ള റൂള് കറക്റ്റ് പാലിക്കാൻ തുടങ്ങി. 2 മണിക്ക് ശേഷം ആരും പുറത്തേക്കും ഇറങ്ങാതെയായി, ബാത്റൂം യൂസ് ചെയ്യാതായി.